إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ഉറപ്പുള്ളൊരു കാര്യമാണ്, എന്നെങ്കിലും ഒന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറയുമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തേക്ക് ജനിച്ചു വീണ ആരുണ്ടോ അവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയും. അതൊരു യാഥാർത്ഥ്യമാണ്. നാം എത്ര നിഷേധിച്ചാലും എത്ര ആഗ്രഹിക്കാതിരുന്നാലും ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഏത് കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ പോയി ഓടി ഒളിച്ചാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ മരിക്കുമെങ്കിൽ എന്താണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം? എനിക്കും നിങ്ങൾക്കും ഒരു പക്ഷേ താൽക്കാലികമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. നല്ലൊരു വീട് വേണം, നല്ലൊരു ജോലി വേണം, നല്ല കുടുംബവും അത്തരം നല്ല ഭൗതികപരമായ നേട്ടങ്ങൾ ഒരു പക്ഷെ നമ്മൾ പലരും ലക്ഷ്യം കാണുന്നുണ്ടായേക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, ഒരു കണ്ണും ഇന്നുവരെ കാണാത്ത, ഒരു കാതും ഇന്നുവരെ കേൾക്കാത്ത, ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ പോലും സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സുന്ദരമായ ആ സ്വർഗം, അതാണല്ലോ നാം ഏവരും ആഗ്രഹിക്കുന്നത്. ആ സ്വർഗത്തിൻ്റെ മനോഹാരിത അതെത്രത്തോളമാണ്? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്ക്, സ്വഹാബികൾക്ക് സ്വർഗത്തിൻ്റെ മനോഹാരിതകൾ വിവരിച്ചു കൊടുക്കുന്ന ഹദീസുകൾ കേട്ടാൽ ഏതൊരാളും ആ സ്വർഗത്തിലെത്തിപ്പെടാൻ ഒന്ന് കൊതിക്കും. പ്രവാചകൻ പറയുന്നുണ്ട്, ആ സ്വർഗത്തിൻ്റെ കല്ലുകൾ അത് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഉണ്ടാക്കിയതാണ്, അതിനിടയിലുള്ള കുഴ അത് മുത്തും പവിഴവുമാണ് എന്ന് പോലും പ്രവാചകൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും എല്ലാ കാര്യവും ചെയ്യുന്നത്. എന്നാൽ
ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സ്വഹാബത്തിനോടായി പറയുകയാണ്, ലൻ യുദ്ഖില അഹദം മിൻകും അമലുഹു അൽ ജന്ന. അല്ലയോ സ്വഹാബത്തെ, ലൻ യുദ്ഖില അഹദം മിൻകും, നിങ്ങളിൽ ഒരാളെയും നിങ്ങളുടെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും അങ്ങനെ തന്നെയാണോ? റസൂലിന്റെ മറുപടി, വലാ അന, അതേ സ്വഹാബത്തെ ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അയ്യതഅമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ സ്വഹാബ എനിക്ക് പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകനത് ആരോടാണ് പറയുന്നത്? സ്വഹാബാക്കളോടാ. ആരോ സഹാബാക്കൾ? ആരാണ് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സ്വഹാബാക്കൾ? ഇസ്ലാമിനു വേണ്ടി എല്ലാം നൽകിയവർ, തൻ്റെ വീടും നാടും കുടുംബവും വിട്ട് മക്കയിൽ നിന്നും അബസീനിയയിലേക്കും മദീനയിലേക്കും ഹിജറ പോയ സ്വഹാബാക്കൾ, അടർക്കളത്തിൽ പോരാടി കൈ നഷ്ടപ്പെട്ട് കാല് നഷ്ടപ്പെട്ട, ഒരു പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെട്ട സ്വഹാബാക്കൾ. അവരോടായി പ്രവാചകൻ പറയുന്നു, ലൻ യുദ്ഖില അഹദം മിൻകും അമലുഹു അൽ ജന്ന, അല്ലയോ സ്വഹാബത്തെ നിങ്ങൾ ഒരാളെയും നിങ്ങളുടെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നിർബന്ധമാണ്. ഇൻഷാ അള്ളാഹ് ഈ ഒരു ഖുതുബയിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, വഅതിഉല്ലാഹ വറസൂൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിൻപറ്റണം, അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിൻപറ്റുന്ന വേളയിൽ നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ മുൻഗാമികളുടെ മാതൃക പരിശോധിച്ചാൽ ഇമാമു സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അവർ ഇസ്ലാമിനെതിരെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിച്ചു. അവർ പറഞ്ഞു ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, മഖ്ലൂഖാണ്. എന്നാൽ അഹ്ലു സുന്നയുടെ വാദം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറയുന്ന എല്ലാവരെയും മുഅ്തസിലി ഭരണകൂടം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഅ്തസിലി ഭരണകൂടം പറയുകയാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കണ്ടുകിട്ടുന്നവർ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഭരണകൂടം ഉത്തരവിടുകയാണ്. ആ സമയത്ത് ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഒളിവിലേക്ക് പോവാ, തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഒളിവിൽ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഒളിവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇത് കണ്ട സഹോദരൻ ചോദിച്ചു, അല്ലയോ ഇമാം, താങ്കൾ എന്തിന് പുറത്തേക്ക് ഇറങ്ങണം? താങ്കൾക്ക് അല്പകാലം കൂടി ഒളിവിൽ കഴിഞ്ഞുകൂടെ? താങ്കളെ കിട്ടിയാൽ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന ഭരണകൂടമുള്ള ഈ ഒരു സമയത്ത് താങ്കൾ എന്തിനും ഒളിവിൽ നിന്ന് പുറത്തു കടക്കണം? അദ്ദേഹത്തിൻ്റെ മറുപടി, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഒളിവിലിരുന്നത് കേവലം 3 ദിവസം മാത്രമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയോട് സംസാരിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കും, നമ്മുടെ മുൻഗാമികൾ അവരങ്ങനെയാണ് പ്രവാചകനെ പിൻപറ്റിയത്, പ്രവാചകനെ സ്നേഹിച്ചത്. മരണം ഉറപ്പായിട്ടും ഭരണകൂടത്തിന്റെ ശിക്ഷകൾ ഉറപ്പായിട്ടും പ്രവാചകന്റെ സുന്നത്തിനെ നിരാകരിക്കാൻ, അതിനോടൊരു അടി പോലും പിന്നോട്ട് നിൽക്കാൻ അവരാരും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളോ സഹോദരങ്ങളെ, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ജീവിതത്തിന്റെ ഏതേതു മേഖലകളിലും നമ്മോട് പാലിക്കാനും നമ്മോട് പ്രവർത്തിക്കാനും ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചു. അതനുസരിക്കുന്ന വേളയിൽ നമ്മൾ എവിടെയുണ്ട്? നാം ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ, ഭക്ഷണം കഴിക്കുന്ന വേളയിൽ, വസ്ത്രദാനത്തിന്റെ വിഷയത്തിൽ തുടങ്ങി ഏതേതു മേഖലകളിലും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പൂർണ്ണമായി അനുസരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു കവി പാടിയ പാട്ടായിട്ട് കാണുവാൻ സാധിക്കും, ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം, നീ സ്നേഹിക്കുന്നവനോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നീ സ്നേഹിക്കുന്ന വ്യക്തിയെ നീ
പിൻപറ്റേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ പ്രവാചകരെ നമുക്ക് പൂർണ്ണമായി അനുസരിക്കാൻ സാധിക്കണം, പിൻപറ്റാൻ സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും, ഒരു വിഭാഗം ഒഴിച്ച്. ഇല്ലാമൻ അബ, വിസമ്മതിച്ചവരൊഴിച്ച്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ആരാണ് വിസമ്മതിച്ചവർ? എന്താ റസൂലിന്റെ മറുപടി? മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. ആരാണോ എന്നെ പിൻപറ്റിയത് അവർ സ്വർഗത്തിലേക്ക് പോകും, ആരാണോ എന്നെ അനുസരിക്കാത്തത് അവർ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും ആ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, രണ്ടാമത്തെ മാർഗം എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഖീമുസ്സലാ വആതു സക്കാ വഅതീഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ഗസയുടെ ചിത്രങ്ങളും വീഡിയോകളും, ഫിലസ്തീനിന്റെ അവിടെ ബോംബ് വർഷിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, നമ്മുടെ മൊബൈലിലൂടെ. ആ പ്രയാസത്തിൽ പോലും അവർ, അവിടുത്തെ ചെറിയ മക്കൾ പോലും മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി നമ്മൾ നിസ്കരിക്കാറുണ്ടോ? ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹിക്ക് പള്ളിയിലേക്ക് വന്നപ്പോൾ കടാര കൊണ്ട് കുത്തുകിട്ടി അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ബോധം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ച കാര്യം, ജനങ്ങൾ നിസ്കരിച്ചോ എന്നാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. നിസ്കാരം ഒഴിവാക്കിയോന് ദീനിലെ സ്ഥാനമല്ലട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുക, ബോധം പോവാണ്. ബോധം വന്നപ്പം ചോദിക്കുന്ന ചോദ്യം എന്താ? അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഇസ്ലാമിൽ ഹജ്ജ് നമുക്ക് സമ്പത്തില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് നിർബന്ധമല്ല. സക്കാത്ത് സമ്പത്തില്ലെങ്കിൽ, അതിന് കൊടുക്കാൻ നമുക്ക് ശേഷിയില്ലെങ്കിൽ സക്കാത്ത് നമുക്ക് നിർബന്ധമല്ല. എന്നാലോ നിസ്കാരോ, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സമയം നിർണയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ് പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം യുദ്ധവേളയിൽ പോലും നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവത്രേ. നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ പ്രയോഗം എന്താ? ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊനൻ നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിഖീങ്ങളായ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഒന്ന്, ഖാമൂ കുസാല, അവർ മടിയന്മാരെ പോലെ ആയിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? രണ്ട്, യുറാഊനൻ നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നത്. മൂന്ന്, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, ഒരു നിസ്കാരത്തിൽ അല്ലാഹനെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. ആരാ മുനാഫിഖ് സഹോദരങ്ങളെ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന് കത്തിയെരിയുന്ന ആൾക്കാരാ മുനാഫിഖ്. ആ മുനാഫിഖിന്റെ നിസ്കാരം എങ്ങനെ? ഒന്ന്, മടിയന്മാരായിരിക്കും. രണ്ട്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മൂന്ന്, അള്ളാനോല് കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണെന്ന് സഹോദരങ്ങളെ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഫമൻ തറക്കഹ, ആരെങ്കിലും അത് ഒഴിവാക്കിയാൽ ഫഖദ് കഫറ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരം അത് കൃത്യമായിരിക്കണം. സക്കാത്ത് അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വരുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ പോരാ. നമ്മുടെ സമ്പത്ത് കൃത്യമായി കണക്ക് കൂട്ടി അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് അത് ചുട്ടുപഴിപ്പിച്ച് അവൻ്റെ ശരീരത്തിൽ വെച്ച് പടച്ചറബ് പൊള്ളിക്കുന്ന സഹോദരങ്ങളെ, സക്കാത്ത് കൃത്യമായി നമ്മൾ കൊടുക്കണം. മൂന്നാമത്തെ മാർഗം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിശബ്ദരായി ഖുർആൻ അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം.
പ്രിയപ്പെട്ടവരെ, ഖുർആനുമായി നമ്മുടെ ബന്ധമെന്താ? റമദാനിൽ ഞാനും നിങ്ങളുമൊക്കെ 1, 2, 3, 4 ഖത്തം തീർത്തിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് ഇത് റബീഉൽ ആഖിറായിട്ട് എത്ര തവണ നമ്മൾ ഖുർആൻ ഒരു ആവർത്തി ഓതിയിട്ടുണ്ട്? റമദാനിൽ മാത്രം ഓതാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. റമദാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവർ ആ ഖുർആൻ നമ്മൾ ഓതണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഖാല റസൂൽ യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ പരലോകത്ത് വെച്ച് റസൂൽ പറയുന്ന, അല്ലാഹുവേ എൻ്റെ സമുദായം ഈ ഖുർആനിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല അല്ലാഹ്. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവോ? റസൂൽ നമുക്കെതിരെ തിരിയുന്ന രംഗം കടന്നു വരുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാ, സൂറത്തുൽ കഹ്ഫ് പുണ്യമുള്ള ദിവസം. നമ്മൾ എത്ര ആൾ ഓതിയിട്ടുണ്ട്? അല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഖുർആൻ ഓതാതെ അതിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞാൽ, അള്ളാന്റെ ദിക്റിനെ തൊട്ട് നമ്മൾ അവഗണിച്ച് കളഞ്ഞാൽ നമുക്കൊരു കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാവുക. പരലോകത്ത് അത്തരം ആളുകളെ പടച്ച റബ്ബ് അന്ധനായിട്ട് കൊണ്ടുവരും. അവൻ ചോദിക്കും, ലിമ ഹശർതനി അഅമാ, അള്ളാഹ് എൻ്റെ കാഴ്ച എവിടെ പോയി? ഞാൻ എന്തേ പടച്ചോനെ അന്ധനായത്? അള്ളാഹ് പറയും, ദുനിയാവിലെ എൻ്റെ ആയത്ത് ഞാൻ നിനക്ക് ഓതി കേൾപ്പിച്ചെന്നപ്പോ അത് കേട്ടില്ല, പരിഗണിച്ചില്ല, അതിനെ പഠിച്ചില്ല, പ്രാവർത്തികമാക്കിയില്ല. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് ഞാനേ നിന്നെയും മറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആനുമായി നമ്മുടെ ബന്ധമെന്തെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്. ഖുർആൻ ഒന്നെങ്കിൽ നിനക്ക് അനുകൂലമായ സാക്ഷിയാണ്, അല്ലെങ്കിൽ പ്രതികൂലമായ സാക്ഷിയാണ്. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ഇന്നു മരിച്ചാൽ പള്ളിക്കാട്ടിൽ കുരുടീസ് കല്ലിന്റെ താഴെ മണ്ണിനെ താഴെ പോയി കിടക്കേണ്ടി വന്നാൽ, പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഖുർആൻ എനിക്ക് അനുകൂലമായ സാക്ഷിയാണോ ആവുക, അതല്ല പ്രതികൂലമായ സാക്ഷിയാണോ ആയിത്തീരുക? അനുകൂലമാവണോ? എന്തും ഒരൽപ്പം ഖുർആൻ ഓതുക. 10, 20, 30, 40, 50, 60 കൊല്ലം ജീവിച്ചിട്ട് ശുദ്ധ ഖുർആനിലെ 6236 ആയത്തിലൂടെ നമ്മൾ ഒരിക്കലെങ്കിലും അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതിയിട്ടുണ്ടോ? പഠിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ ഖുർആൻ അത് അല്ലാഹു നമ്മോട് സംസാരിച്ച അവൻ്റെ കലാമാണ്. അതിനെ നമ്മൾ ഹൃദ്യസ്ഥമാക്കണം. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർറഹിമൂന ഇർഹമുഹുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. മക്കളോട് ഇന്ന് പല മക്കളും വഴിതെറ്റിപ്പോവാ. എന്തേ കാരണം? മക്കൾക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ, ഉപ്പ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ജീവിയാണ്. അവർക്കൊന്ന് സംസാരിക്കാനോ അവരെ കേൾക്കാനോ അവരെ പരിഗണിക്കാനോ ഉള്ള ആളുകളല്ല ഉമ്മയും ഉപ്പയും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ചൂടാകുന്ന പിതാക്കളെയാണ് ഇന്ന് പല മക്കളും കാണുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെ സ്നേഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എത്ര തിരക്കുള്ള മനുഷ്യനാ. അദ്ദേഹം പോലും എത്ര തിരക്കുള്ള വ്യക്തിയാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പോലും തൻ്റെ കുടുംബത്തിന് വേണ്ടി ദിവസവും 3 സമയം മാറ്റിവെക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്നും 3 വട്ടം 3 സമയം തൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുടുംബത്തെ പരിഗണിക്കണം കേട്ടോ. നാളെ മക്കൾ വഴിപിഴച്ച് പോയിട്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ തൻ്റെ പേരമക്കളെ ചുംബിക്കുമായിരുന്നു എന്ന്. ഇദ്ദേഹം ഒരു അറാബി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ മകന് മകൾക്ക് 1, 2, 3, 4 വയസ്സായപ്പോൾ നമ്മൾ സ്നേഹത്തിന് ചുരുചുംബനം നൽകിയിട്ടുണ്ട്. SLCക്ക് പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മകനെ മകളെ ചുംബിക്കാൻ നമുക്ക് സാധിക്കുമോ? ആ ചുംബനം നമ്മുടെ മക്കൾക്ക് പല തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷാക്കവച. നമ്മളങ്ങനെ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവനക്കൊരു ഇടയ്ക്കൊക്കെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ തിന്മകളിലേക്ക് പോവാൻ നമ്മളെ മക്കൾക്ക് കഴിയില്ല. അവന് ലഹരി ഉപയോഗിച്ച് രാത്രി 10, 12 മണിക്ക് വീട്ടിൽ കയറി വരൂല. ഏതെങ്കിലും കണ്ട മറ്റൊരുത്തൻ്റെ കൂടെ ഓടി ഒളിക്കേണ്ട രംഗം നമ്മുടെ മകൾക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് കാരുണ്യം കാണിക്കാൻ നമുക്ക് സാധിക്കണം. അയൽവാസികളോട് ഇന്ന് പലപ്പോഴും അയൽവാസികൾ തമ്മിൽ തെറ്റിക്കിടക്കുക. റസൂൽ പറയുന്നുണ്ട്, ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അയൽവാസിയുടെ മഹത്വത്തെക്കുറിച്ച് പറയണത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു പോയി, അയൽവാസിക്ക് അനന്തരം ഉണ്ടാവുമോ എന്ന്. അത്രക്ക് അയൽവാസികളുമായുള്ള ബന്ധം പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ അയൽവാസികളുമായി നമുക്ക് എത്ര ബന്ധമുണ്ട്? നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരോട് അവരോട് കരുണ കാണിക്കാം. റസൂലിനോട് ചോദിക്കേണ്ട, റസൂലെ, ഞാൻ എൻ്റെ അടിമയോട് ഒരു ദിവസം എത്ര വട്ടം ക്ഷമിക്കണം?
അടിമയോട് ഒരു ദിവസം എത്ര വട്ടം ക്ഷമിക്കണം? റസൂലിന്റെ മറുപടി കുല്ല യൗമിൻ 70 മറ. എന്നും 70 വട്ടം അടിമയോട് പോലും ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരോട് നമ്മൾ എത്ര ക്ഷമിക്കേണ്ടി വരും? സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക. 5-ാമത്തെ മാർഗം റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു ഇംറഅൻ, അള്ളൊരാൾക്ക് കാരുണ്യം കൊടുത്തനും. ആരാണവൻ? സ്വല്ല ഖബ്ല അസ്രി 4, അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുക. 5 മിനിറ്റ് പോരെ സഹോദരങ്ങളെ നിസ്കരിക്കാൻ? 2 റക്അത്തായിട്ട് 5 മിനിറ്റ്. നമ്മളൊക്കെ എത്ര സമയം വെറുതെ കളയുന്നുണ്ട്? ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് നേട്ടം അള്ളാന്റെ കാരുണ്യം, അതിലൂടെ സുന്ദരമായ സ്വർഗം. സഹോദരങ്ങളെ, നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. 6-ാമത്തെ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹു ഇംറഅത്തൻ, അള്ളാഹ് ഒരു സ്ത്രീയെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അള്ളാന്റെ കാരുണ്യം കൊടുത്തു. എന്താ സ്ത്രീന്റെ പ്രത്യേകത? ഖാമത് മിനൽ ലൈലി ഫസല്ലത്ത്, ആ സ്ത്രീ രാത്രി എണീക്കും, എന്നിട്ട് നിസ്കരിക്കും. ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തും. ഭർത്താവ് എങ്ങാനും എണീക്കാൻ വിസമ്മതിച്ചാൽ ഭർത്താവിൻ്റെ മുഖത്ത് ആ സ്ത്രീ വെള്ളം കുടഞ്ഞിട്ട് ഭർത്താവിനെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിപ്പിക്കും. അതേപോലെ പുരുഷനും രാത്രി എണീക്കും, എല്ലാവരും ഉറങ്ങായിരിക്കും, രാത്രി അവൻ എണീക്കും, തഹജ്ജുദ് നിസ്കരിക്കും, തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തും. ഭാര്യ എങ്ങാനും എണീക്കാൻ വിസമ്മതിച്ചാൽ അവളുടെ മുഖത്തേക്ക് അവൻ വെള്ളം തളിച്ച് ഭാര്യയെ കൂടി നിസ്കരിപ്പിക്കും. അത്തരം ഭാര്യക്കും ഭർത്താവിനും അള്ളാൻ്റെ കാരുണ്യമുണ്ട് എന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, നമുക്കത് ലഭിക്കും. ഇന്ന് സുബൈക്ക് പോലും നമ്മളൊരു പക്ഷേ കേട്ട ആയത്ത് എന്താ? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. കിടപ്പറയിൽ നിന്ന് ആൾക്കാർ എണീച്ചു വരുന്ന അള്ളാനെ പേടിച്ചിട്ട്. നമ്മൾ അള്ളാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. യൻജിലു റബ്ബുനാ തബാറക വതആല ഹീന യബ്കാ സുലുസൽ ലൈൽ. രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ അള്ളാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. അള്ളാഹ് എന്താ? എനിക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. അള്ളാഹ് പറയുക 1-ാം ആകാശത്ത് വന്നിട്ട്. നമ്മളപ്പോൾ ഇവിടെ കടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് കച്ചവടത്തിൽ ബർക്കത്തില്ലേ, പഠിക്കാൻ പറ്റണില്ലേ, ഒരു ബിസിനസ് ഒരു സുഖല്ലേ, കുടുംബത്തിലൊരു സമാധാനമല്ലേ, ഇതൊക്കെ ആർക്കേ നൽകാൻ കഴിയുള്ളൂ? അള്ളാഹ്ക്ക്. ആ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ 1-ാം ആകാശത്ത് വന്നിരിക്കുമ്പോൾ കിടന്നുറങ്ങുന്നവരായിട്ട് സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും മാറരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ഉറഫ, സ്വർഗത്തിൽ ഒരു മനോഹരമായ റൂമുണ്ട്, ഒരു മുറിയുണ്ട്. അതിൻ്റെ മനോഹാരിത റസൂൽ വിശേഷിപ്പിക്കണം. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലെ അത് ആർക്കുള്ളതാണ്? റസൂലിൻ്റെ മറുപടി, അള്ളാഹു തആല അത് തയ്യാറാക്കിയത് അത്വാം, ഭക്ഷണം കൊടുക്കുന്നവർക്ക്, അദാമസ്വിയാം, നോമ്പ് നോൽക്കുന്നവർക്ക്, സലാം വർദ്ധിപ്പിക്കുന്നവർക്ക്. 4-ാമത് റസൂൽ പറയാണ്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ സുന്ദരമായ മനോഹരമായ ഒരു റൂമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹോദരികളെ, നമുക്ക് സാധിക്കണം. റമദാനിൽ നമ്മളൊക്കെ ആ സമയത്ത് എണീച്ചിട്ടില്ലേ? ബാങ്ക് കൊടുക്കുന്ന 1 അരമണിക്കൂർ മുമ്പ് എണീച്ചാൽ ചുരുങ്ങിയത് നമുക്കൊക്കെ 3 റക്അത്ത് നിസ്കരിച്ചൂടെ? സാധിക്കുമെന്ന് ആലോചിക്കുക. ഇനി നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ പണ്ഡിതൻ ഇമാം സുഫ്യാൻ സൂരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഹുരിംതു ഖിയാമൽ ലൈൽ 5 അശ്ഹുരിൻ ബിദംബിൻ അദ്നബതു, ഞാൻ ചെയ്തൊരു പാപം കൊണ്ട് 5 മാസക്കാലം എനിക്ക് ഖിയാമുൽ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും നിസ്കരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ തിന്മകൾ കൊണ്ടാണ്. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റഹിമഹുല്ല പറയുന്നുണ്ട്, എനിക്ക് രാത്രി അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് രാത്രി സ്കാരത്തിന് എണീക്കാൻ പറ്റുന്നത് എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, ലാ തഅ്സുഹി ബിന്നഹാർ വഹുവ യുഖീമുക ബൈന യദൈഹി ഫിൽ ലൈൽ, നീ പകലിൽ തിന്മകൾ ചെയ്യരുത്, അവനാണ് രാത്രി നിങ്ങൾ എണീപ്പിക്കുന്നവൻ. ഫഇന്ന വുഖൂഫക ബൈന യദൈഹി ഫിൽ ലൈലി മിൻ അഅ്ദമി ശറഫ്, അള്ളാന്റെ മുമ്പിൽ ആ സമയത്ത് എണീറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യം. വൽ ആസി ലാ യസ്തഹിഖു ദാലിക ശറഫ്, തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ആ അനുഗ്രഹം ലഭിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിന്മയിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കേണ്ടതുണ്ട്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, രാത്രി നിസ്കരിക്കാനും പകൽ നോമ്പ് നോൽക്കാനും നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ നീ നിന്റെ പാപങ്ങളുടെ തലവറയിലാണെന്ന് നീ തിരിച്ചറിഞ്ഞോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം സൽക്രമങ്ങൾ നമ്മൾ ചെയ്യണം. 7-ാമത്തെ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹ്, അള്ളാഹ് കാരുണ്യം കൊടുത്തവന് ആർക്കെന്നറിയുമോ? മൻ സമിഅ മിന്നി ഹദീസൻ, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ട് ആ ഹദീസ് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്ക് അള്ളാൻ്റെ കാരുണ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദഅവത്ത് നടത്തുന്നവർക്ക് അള്ളാൻ്റെ കാരുണ്യമുണ്ട്. ഇന്നും നമ്മളൊക്കെ സമൂഹത്തിൽ എത്ര ആൾക്കാരുണ്ട് ഇസ്ലാം എന്തെന്നറിയാത്തവർ, മുസ്ലിമായിട്ട് പോലും
ജാറങ്ങളിലേക്കും മഖബറകളിലേക്കും ഏലസ് മുറുക്കും വൈക്കലും കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട്. അവരോട് ദഅവത്ത് നടത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. എത്ര ആയത്തുകളുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടി സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചറബ് നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. ഏറെ പ്രേം നിറഞ്ഞ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കണം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യം അനിവാര്യമാണെന്നും അത് നേടാൻ നമ്മൾ പരിശ്രമിക്കേണ്ട 7 കാര്യങ്ങളുമാണ് സൂചിപ്പിച്ചത്. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ, അവർക്കൊക്കെ സ്വർഗം ലഭിക്കുമോ എന്ന കാര്യം ഭയമുള്ളതായിരുന്നു. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പം ആകെ പ്രയാസത്തിലാണ്. എന്താണ് നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അസ്സഫറു തുവീൽ വസ്സാദു ഖലീൽ. അബൂ ഹുറൈറക്ക് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. പക്ഷെ അബൂ ഹുറൈറൻ്റെ കയ്യിൽ അത്രയൊന്നും ആ യാത്രക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങളില്ല എന്ന്. ആര് സഹോദരങ്ങളെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയ, അസ്ഹാബു സുഫയിലെ അഹ്ലു സുഫയിലെ വ്യക്തിയാണ്. റസൂലിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഒരിക്കൽ റസൂല് അസ്ഹാബ് സുഫയിലെ ആൾക്കാർക്ക് 2 ഈത്തപ്പഴം കൊടുത്തു. വിശക്കണ പട്ടിണി നടക്കുന്ന ആൾക്കാരാണ് അസ്ഹാബ് സുഫയിലെ ആളുകൾ. അവരെല്ലാം പെട്ടെന്ന് ആ ഈത്തപ്പഴം ഭക്ഷിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു ഒരു ഈത്തപ്പഴം ഭക്ഷിച്ച് മറ്റേത് എടുത്തു വെച്ചു. ഇത് റസൂല് കൊണ്ട് എന്തേ അബൂ ഹുറൈറ എന്ന് ചോദിച്ചു. റസൂലെ, ഇത് നമ്മക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാ റസൂലെ. അത്രക്ക് മാതാവിനെ സ്നേഹിച്ച വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരുപാട് അദ്ദേഹം റസൂലുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കാണാൻ പറ്റും. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ പേടി എന്താ? എനിക്കൊരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്, പക്ഷേ അതിനുള്ള വിഭവങ്ങൾ എൻ്റെ കയ്യിലില്ല എന്ന. സഹോദരങ്ങളെ, ഒരുപാട് നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ കാണാൻ പറ്റും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ റസൂല് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉമർലാൻ്റെ പേടി എന്താ? ആ റസൂല് മുനാഫിഖ് എന്ന് പറഞ്ഞ ആളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോന്ന. ആരാ സഹോദരങ്ങളെ? ഉമർ. സ്വർഗമുണ്ട് എന്ന് റസൂല് സത്യപ്പെടുത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേടി ഞാൻ മുനാഫിഖാണോ അല്ലേ എന്നുള്ളതാണ്. സ്വഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്, അവർ മരിക്കുമ്പോൾ പേടിക്കണം. എന്തേ കാരണം ചോദിച്ചു. അല്ലാഹു തആല സ്വർഗത്തിലുള്ളവരെയും നരകത്തിലുള്ളവരെയും വേർതിരിച്ചിട്ടുണ്ടല്ലോ, ഞാനതിലേതിലാകുമെന്ന് എനിക്കറിയില്ലല്ലോ. സ്വഹാബാക്കളുടെ പേടിയ സഹോദരങ്ങളെ ഇത്. മഹാനായ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ സ്വഹാബാക്കളിൽ 30ഓളം ആളുകളെ ഞാൻ കണ്ടു. ഞാൻ കണ്ട 30 പേരും കുല്ലുഹും യഖാഫൂന നിഫാഖ്. ഞാൻ കണ്ട 30ഓളം സ്വഹാബാക്കളും നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. ഹദീസ് വിശദീകരിക്കുന്ന വേളയിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹം കണ്ട സ്വഹാബാക്കൾ അവരാരാണെന്നറിയുമോ? അത് ഒന്ന് സഹോദരങ്ങളെ, അദ്ദേഹം കണ്ട സ്വഹാബാക്കളിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയാണ്, അസ്മാ റളിയല്ലാഹു അൻഹയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അബാദിലത്തിൽ 40ൽപ്പെട്ട 4 സ്വഹാബാക്കളാണ്. ഇസ്ലാമിന്റെ പ്രസിദ്ധരായ സ്വഹാബാക്കളാണ് അദ്ദേഹം കണ്ട 30 സ്വഹാബാക്കൾ. ആ കണ്ട 30 ആളും നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു എന്നാ. നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ, ഇന്ന് മരിച്ചാൽ ഖബറിൽ പോയി കിടക്കേണ്ടി വന്നാൽ പരലോകത്തേക്ക് കൊണ്ടുപോവാൻ നമുക്ക് എന്തുണ്ട്? അതാണ് ഖുർആൻ ചോദിച്ചില്ലേ, കല്ലാ ഇദാ ബലഗത്തിത് തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തിയാൽ ഇതവന്റെ വേർപാടാണെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്താൽ കണങ്കാലും കൂട്ടിയിടിക്കപ്പെട്ടാൽ അവന് പറയും, ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, ഞാൻ നിസ്കരിച്ചില്ലട്ടോ, ഞാനേ സൽക്കർമ്മം ചെയ്തില്ല, വലാകിൻ കസ്സബ വതവല്ല, ഞാൻ ഇതിനൊക്കെ കളവാക്കി, ഇതൊന്നും ചെയ്തില്ല. ആ വിലാപം സഹോദരൻ നമ്മളിൽ ഒരാൾക്ക് പോലും ഉണ്ടാവരുത്. അവർ പറയും, റബ്ബിർജിഊൻ, അല്ലാഹ് എന്നൊന്ന് മടക്കിക്കൊണ്ട അല്ലാഹ്.
അങ്ങനെ വിലപിക്കുന്നവരായി സഹോദരങ്ങളെ നമ്മളിൽ ഒരാൾ പോലും മാറരുത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും സൽക്കർമ്മങ്ങളിൽ മത്സരിക്കാൻ അതിനുവേണ്ടി മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചറബ് നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ, ഫിലിസ്തീനിൽ ഒരുപാട് പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാഴ്ചകൾ പോലും നമ്മൾ കണ്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കും, നമ്മുടെ കണ്ണ് നിറയും. അവർക്കാണ് വിജയം, അതുറപ്പാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിജയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് പൂർണ്ണമായി വിജയം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പടച്ചറബ് പുറത്തു തരട്ടെ. നമ്മുടെ പടച്ചറബ് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما آمين آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين.